ഹലോ കുട്ടിക്കുറുമ്പന്മാരെ കൂട്ടുകാരെ, ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമിയിലേക്ക് സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ എന്താണ് പഠിച്ചത്? ശബ്ദതരംഗങ്ങൾ എങ്ങനെ ഉത്ഭവിക്കുന്നു എന്ന് പഠിച്ചു അല്ലേ? അത് എങ്ങനെ നമ്മളുടെ ചെവികളിലേക്ക് എത്തുന്നു എന്നും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ സെഷനിൽ എന്ത് പഠിക്കാന്നാ പറഞ്ഞേ? നമുക്ക് കുറച്ചുകൂടെ രസകരമായിട്ട് ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? എങ്ങനെയാണ് എത്തുന്നത്? നമ്മളുടെ ഇവിടെ ഒരു പോലീസ് കാർ കണ്ടോ? പോലീസ് കാറിന്റെ മുകളിൽ എന്തുണ്ട്? സൈറൻ ഉണ്ട്. ഈ സൈറൻ നമ്മൾക്ക് എവിടെ നിന്ന് കേൾക്കാൻ സാധിക്കും? നമ്മള് ഈ ഞാനൊക്കെ ഉണ്ടല്ലോ, ഹെൽമെറ്റ് ഇടാതെ ഓടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ചില സമയത്ത് പോലീസിന്റെ ശബ്ദം എന്ത് ചെയ്യുന്നുണ്ടാവും? വളരെ ദൂരത്ത് നിന്ന് കേൾക്കുന്നുണ്ടാവും ഇല്ലേ? അപ്പോഴേ നമ്മൾ നൈസായിട്ട് സൈഡ് ഒതുക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. പോട്ടെ, പോട്ടെ, മാമന്മാര് പോട്ടെ. ഓക്കെ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റ് ഇടാതെ എല്ലാ ദിവസവും ഓടണമെന്നല്ല. ഞാനിപ്പം വീടിൻ്റെ തൊട്ടടുത്തുള്ള കടകളിലേക്കൊക്കെ പോകുമ്പോഴേക്കായിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫ്റ്റി മെഷർ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. മക്കള് വളർന്ന് വലുതാകുമ്പോൾ വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹെൽമെറ്റ് ഇടുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വളരെ ദൂരങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഈ സൈറൻ എവിടെയൊക്കെ കേൾക്കും? ഒന്ന് പോലീസ് വണ്ടികളിൽ കേൾക്കും, പിന്നെ ഒന്നെന്താ? ആംബുലൻസ് കേൾക്കും. വളരെ ഗുഡ്. ഓക്കെ, അപ്പോൾ ആംബുലൻസിൽ കേൾക്കും. ഈ ആംബുലൻസിൽ കേൾക്കുമ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? ചില ബിരുദന്മാരുണ്ട് ആംബുലൻസിന്റെ പുറകെ അങ്ങ് വെച്ചു പിടിക്കും. നമുക്ക് എന്താ വേഗം എത്തിപ്പോകാൻ പറ്റുമല്ലോ. ആംബുലൻസിന് ഈ സൈറൻ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് യാത്രാ മധ്യേ ഒരു തടസ്സവും ഉണ്ടാവാതെ കൃത്യമായിട്ട് ആ രോഗിയെയും കൊണ്ട്, അപകടത്തിൽപ്പെട്ട ആളെയും കൊണ്ട് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് ആംബുലൻസുകൾ നമ്മൾ കൃത്യമായിട്ടും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ആംബുലൻസിലും സൈറൻ വിക്കുണ്ട്. അപ്പോൾ ഈ സൈറൻ കേട്ടപാടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒതുങ്ങി കൊടുക്കുന്നു അല്ലേ? അപ്പോൾ ഈ ശബ്ദം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ആംബുലൻസിൻ്റെ നിന്നാണ്. ആംബുലൻസിൻ്റെ മുകളിൽ ആ സ്പീക്കറിൽ നിന്നാണ്. അത് നമ്മൾക്ക് വളരെ ദൂരത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? കേൾക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? വളരെ ദൂരത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദതരംഗങ്ങൾ എങ്ങോട്ടൊക്കെ സഞ്ചരിക്കും? മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ടാവും, പുറകോട്ട് സഞ്ചരിക്കുന്നുണ്ടാവും, മുകളിലോട്ടുണ്ട്, താഴോട്ടുണ്ട് അല്ലേ? വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു റൂമിൽ നല്ലപോലെ കൃത്യമായിട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. നല്ലൊരു ബുള്ളറ്റ് പോകുന്നു. നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു വാഹനം നമ്മളുടെ മുന്നിൽ കൂടെ പോകുന്നു, പക്ഷെ നമ്മളത് കാണുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ വാഹനത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മൾ പറയും, അതൊരു ബുള്ളറ്റാണ്, അല്ലെങ്കിൽ അതെന്താണ്, ഒരു മസ്ദയാണ്, കാറാണ്, അടിപൊളി കാറാണ്. അല്ലെങ്കിൽ നമ്മൾ പറയാം എന്താ, RX-100 ആണ്, RX-100 ബൈക്കാന്ന് പറയും. ഇതൊക്കെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സൈഡിൽ കൂടെ ഒരു വാഹനം പോകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന്, എനിക്ക് ചെറിയ വണ്ടി പ്രാന്തമുള്ള കേട്ടോ, പെട്ടെന്ന് വണ്ടികളുടെ ശബ്ദം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതാണ് ആ വാഹനം പോകുന്നതെന്നുള്ളത്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഓക്കെ, അതൊക്കെ എങ്ങനെ നിങ്ങളുടെ ചെവികളിലേക്ക് എത്തുന്നു? ആ വാഹനം പോകുന്ന സ്പീഡിനനുസരിച്ച് ആദ്യം വാഹനത്തിന്റെ ശബ്ദത്തിന്റെ തരംഗങ്ങളുടെ തന്മാത്രകൾ കുറവായിരിക്കും. ശബ്ദ തരംഗങ്ങളുടെ തീവ്രത കുറവായിരിക്കും. നമ്മളുടെ അടുത്തോട്ട് വരുന്തോറും എന്താണ്, ശബ്ദ തരംഗങ്ങളുടെ തീവ്രത കൂടിക്കൂടി വരും. ഇനി നമ്മളിൽ നിന്ന് അകന്നു പോകുന്തോറും ആ ശബ്ദ തരംഗങ്ങളുടെ തീവ്രത കുറഞ്ഞു 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 വരും. ഓക്കെ, ആ ഒരു തത്വത്തിന് മറ്റൊരു പേരുണ്ട്. നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ കയറുമ്പോൾ നിങ്ങൾ പഠിക്കും. ഡോപ്ലർ എഫക്റ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അതൊക്കെ വിട്ടേക്ക്, നമ്മൾ പറഞ്ഞു വന്നതേ ഉള്ളൂ. അപ്പോൾ ശബ്ദ തരംഗങ്ങൾ ഒരു ഏറ്റക്കുറച്ചിൽ പോലെ ഫീൽ ചെയ്യും. നമ്മളുടെ അടുത്തോട്ട് വരുന്നതോറും കൂടി 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 വരുന്നതും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതോറും കുറഞ്ഞു 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 പോകുന്നത് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ശബ്ദ തരംഗങ്ങൾ എന്ത് ചെയ്യാം? മുന്നോട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടാവും, മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ടാവും, പുറകോട്ട് സഞ്ചരിക്കുന്നുണ്ടാവും, മുകളിലോട്ടും താഴ്പോട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും? സഞ്ചരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ശബ്ദ തരംഗങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ചെവികളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലായില്ലേ? എന്തുണ്ടാവണം? ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ പറഞ്ഞേ? ഒന്ന്, സ്രോതസ് ഉണ്ടാവണം. രണ്ട് മാധ്യമം ഉണ്ടാവണം. 3, നമുക്ക് ശ്രവിക്കാൻ ഉതകുന്നതായിട്ടുള്ളൊരു ചെവി ഉണ്ടാവണം. ഓക്കെ, ഇനി മാധ്യമം ഇല്ലെങ്കിലോ? അതായത്
ശബ്ദം ശൂന്യതയിലൂടെ, ശൂന്യത എന്ന് പറയുന്നത് എന്താണ്? ഒരു സഞ്ചരിക്കാൻ ഒരു മാധ്യമവും ഇല്ലാത്തൊരവസ്ഥയാണ് ശൂന്യത. നമ്മുടെ ശൂന്യത എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു സംഗതി ഏതാ? ഭൂമിക്ക് പുറത്ത്, ബഹിരാകാശത്ത്, അല്ലേ? എന്താണ് അവിടെ? ശൂന്യതയാണ്, അല്ലേ? ശൂന്യതയാണ്. എങ്ങനെ? അവിടെ വായു ഇല്ല, അല്ലേ? വായുവില്ല, സഞ്ചരിക്കാൻ ഉതകുന്നതായിട്ടുള്ള ഒരുവിധ വസ്തുക്കളും അവിടെ ഇല്ല. സീറോ ഗ്രാവിറ്റിയാണ്, സീറോ ഗ്രാവിറ്റി എന്നൊക്കെ പറയും, അല്ലേ? അപ്പൊ അവിടെ എന്താണ്? സഞ്ചരിക്കാൻ ഉതകുന്നതായിട്ടുള്ള രീതിയിലുള്ള ഒരുവിധ തന്മാത്രകളും അവിടെ ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ശൂന്യത എന്ന് പറയാം. ഓക്കെ, നമ്മൾക്കിവിടെ ശൂന്യത ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പ്രാവർത്തികമാകുന്ന ഒരു സംഗതിയല്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു എക്സ്പെരിമെന്റ് നടത്തി നോക്കാം, ഒരു പരീക്ഷണം നടത്തി നോക്കാം. ഓക്കെ, നമ്മളിവിടെ നോക്കിക്കേ, ഈ ഉപകരണത്തിൽ വായു നീക്കം ചെയ്ത് നോക്കാം. എങ്ങനെയാ വായു നീക്കം ചെയ്ത് നോക്കുക? എങ്ങനെയാ വായു നീക്കം ചെയ്ത് നോക്കുക? ഈ ഒരു ഉപകരണത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു ഗ്ലാസ് ജാർ എടുക്കുക, ഇതിനുള്ളിൽ ഒരു ബെല്ല് ഞാൻ വെച്ചു. ബെല്ലെന്താണ്? ഒരു ഇലക്ട്രിക് ബെല്ലാണ്. കറണ്ട് കടത്തി വിടുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഓരോ പീരീഡ് കഴിയുമ്പോഴും ബെല്ലടിക്കില്ലേ? ആ ബെല്ല് തന്നെ. ആ ബെല്ല് ഞാൻ ഇവിടെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതൊരു ഫോർക്ക് കൊണ്ട് വായു ഒരു തരത്തിലും അകത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഫോർക്ക് കൊണ്ട് അടച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് വയറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു ട്യൂബും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിത് ഒരു വായ കൊണ്ട് എന്ത് ചെയ്തു? വായു വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ ഈ വായു വലിച്ചെടുക്കുന്നത്? ഈ ജാറിനുള്ളിൽ, ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും വായു കയറുന്നില്ല. കയറാത്ത സ്ഥിതിക്ക് ഇത് ഓൾറെഡി എന്തുണ്ടാവും? ഇതിനുള്ളിൽ എന്തുണ്ടാവും? വായു ഉണ്ടാവും. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഓൺ ആക്കുന്നു. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തുണ്ട്? വായു ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഈ ബെല്ലടിക്കുന്ന കണ്ടുണ്ടോ? ബെല്ലിന്റെ ഈ ഓരോ മെറ്റൽ ലോഹത്തകിട് എന്ത് ചെയ്യുന്നുണ്ട്? അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ദ്രുതഗതിയിൽ ചലിക്കുന്നു. അങ്ങനെ അവിടെ ഒരു കമ്പനം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ശബ്ദം പുറപ്പെടുവിക്കുന്നത്. നമ്മളുടെ ശബ്ദ സ്രോതസ് എന്താണ്? ബെല്ലിന്റെ ഒരു ലോഹത്തകിടാണ്. ഓക്കെ, ഇനി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് ബെല്ല് റിങ് ചെയ്യുന്നുണ്ടാവും, ബെല്ലടിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ, ഇതിൻ്റെ പരീക്ഷണം ഇങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ വായു ഞാൻ എന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കുന്നു. ഓക്കെ, നമ്മളൊരു വാക്വം ചെയ്യുന്ന പറയും. വാക്വം ചെയ്യുന്ന പറയുമ്പോൾ ഇതിൽ നിന്ന് വായു പൂർണ്ണമായും വലിച്ചെടുക്കുന്നു. പൂർണ്ണമായും ഞാൻ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിനെന്തില്ല? വായു കുറയുന്നുണ്ട്, ഇല്ലേ? വലിച്ചെടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും? വായു കുറയുന്നുണ്ട്. ഇതിന് പൂർണ്ണമായും വലിച്ചെടുക്കുക എന്ന് പറയുന്നതും പ്രാവർത്തികമാകുന്ന ഒരു സംഗതിയല്ല. പോട്ടെ, നമ്മൾ ഇതിനകത്ത് നിന്ന് വായുയുടെ അളവ് കുറയുന്നതിനനുസരിച്ച് എന്ത് കുറയുന്നുണ്ടാവും? ശബ്ദത്തിന്റെ തീവ്രത കുറയുന്നുണ്ടാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നമ്മളൊരു ബെല്ല് വെക്കുക. ഒന്നും വേണ്ട, ഒരു മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോണിനകത്തൊരു പാട്ടിടുക. ഓക്കെ, മൊബൈൽ ഫോണിനകത്തൊരു പാട്ടിടുക. ആ പാട്ട് ഇട്ട മൊബൈൽ ഫോൺ എന്ത് ചെയ്യുക? ഒരു കുപ്പിക്കകത്ത് അടച്ചു വെക്കുക. എന്തായാലും ഇനി സ്വിച്ചിൻ്റെയും വയറിൻ്റെയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുപ്പിക്കകത്ത് അടച്ചു വെക്കുക. അതിനകത്തോട്ട് ഒരു തരത്തിലും വായു കയറാത്ത തരത്തിൽ എന്ത് ചെയ്യുക? ഒരു ഫോർക്ക് കൊണ്ട് അടച്ചു വെക്കുക. എന്നിട്ടൊരു സ്ട്രോയും പുറത്തിട്ടിട്ടേക്കുക. നമുക്ക് എന്തായാലും കൃത്യമായിട്ട് അതിനകത്ത് എന്തുണ്ടാവും? പാട്ട് കേൾക്കുന്നുണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ട്രോ ഉപയോഗിച്ചിട്ട് വായു മൊത്തവും ഇതിനുള്ളിൽ നിന്ന് വായുവിനെ വലിച്ചെടുക്കുക. വലിച്ചെടുക്കുമ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഈ കുപ്പിക്കകത്തുള്ള വായു തന്മാത്രകൾ കുറയും, ഇല്ലേ? കുറയുന്നതിനനുസരിച്ച് ഇതിൽ നിന്ന് പാട്ട് കേൾക്കുന്നതിന്റെ തീവ്രതയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വായു എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശബ്ദം ശൂന്യതയിൽ കേൾക്കാൻ സാധിക്കുമോ? ഇല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുകൊണ്ടാണ് ഭൂമിക്ക് പുറത്ത് നടക്കുന്ന ഭയങ്കര പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത്? ഭൂമിക്ക് പുറത്ത്, ബഹിരാകാശത്ത് യാതൊരുവിധ പലതരത്തിലുള്ള പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
പക്ഷെ ആ ശബ്ദങ്ങളൊന്നും ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന സംഗതികൾക്കുള്ള ശബ്ദ തരംഗങ്ങള് എന്ത് ചെയ്യുന്നില്ല, സഞ്ചരിക്കുന്നില്ല, ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല, ഭൂമിയിലേക്ക് എത്തുന്നില്ല. കാരണം എന്താ? ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? മാധ്യമം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓക്കെ, അവിടെ ശബ്ദ സ്രോതസ് ഉണ്ടായാൽ മാത്രം പോയ ആ സ്രോതസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശബ്ദത്തിനെ വഹിച്ചു കൊണ്ടുവരാൻ എന്ത് വേണം? മാധ്യമം ഉണ്ടാവണം. മാധ്യമം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ശൂന്യതയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? ശബ്ദ തരംഗങ്ങൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കില്ല. മനസ്സിലായോ? ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ശബ്ദം ശൂന്യതയിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മൊബൈൽ ഫോണിൽ ഒരു പാട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക? ഗ്ലാസ് വെച്ച് മൂടുക. ഓക്കെ, ഗ്ലാസ് വെച്ച് മൂടുക. ഇനി അതിൽ നിന്ന് പരമാവധി എയർ എന്ത് ചെയ്യുക? ഔട്ട് ചെയ്യുക. പരമാവധി വായു നമ്മൾ എന്ത് ചെയ്യുക? വലിച്ചെടുത്തുകൊണ്ടേയിരിക്കുക. അതിനനുസരിച്ച് ഈ മൊബൈലിൽ നിന്ന് വരുന്ന ശബ്ദത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ഇവിടെ വായു കുറയുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ അളവും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി? വായുവിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ തീവ്രതയും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. മനസ്സിലായോ? വായുവിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ തീവ്രതയും എന്ത് ചെയ്യുന്നു? കുറയുന്നു. മനസ്സിലായോ? വായുവിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ തീവ്രതയും എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശബ്ദം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ, ശബ്ദം ഒരു സ്രോതസ്സിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ശബ്ദം സഞ്ചരിച്ച് നമ്മളുടെ ചെവികളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വായു ഒരു പ്രധാന ഘടകമാണ്. ഒരു മാധ്യമം ഉണ്ടാകണം. ഓക്കെ, ഒരു മാധ്യമം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കേൾക്കാൻ സാധിക്കും, നമുക്ക് ശ്രവിക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ അപ്പോൾ നമുക്ക് മാധ്യമമായിട്ട് എന്തൊക്കെ എടുക്കാം? ഖരാവസ്ഥയിലുള്ളൊരു ഉപകരണം എടുക്കാം. നമുക്ക് സ്റ്റെതസ്കോപ്പ്, നമ്മൾ ഡോക്ടറൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് പനിയാണ്, അയ്യോ വാവാണ് ഇതൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഡോക്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ചെവിയിൽ വെച്ച് നമ്മൾ ഈ നെഞ്ചത്തിങ്ങനെയൊക്കെ വെച്ച് നോക്കൂലേ? അതെന്താണ്? സ്റ്റെതസ്കോപ്പ് എന്ന് പറയും അല്ലേ? സ്റ്റെതസ്കോപ്പ്. ഈ സ്റ്റെതസ്കോപ്പ് ഒരു ഖരാവസ്ഥയിലുള്ളൊരു സംഗതിയല്ലേ? അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ടേബിളിൽ കൊട്ടുമ്പോൾ നമ്മൾ ചെവി വെക്കുമ്പോഴത്തേക്ക് എന്താണ്? ടേബിളിൽ നിന്ന് നമ്മൾ കൊട്ടുന്നതിനനുസരിച്ച് അതിന്റെ കമ്പനം ചെയ്യുന്ന വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ചെവികൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 2, ദ്രാവകം. എന്താ? വെള്ളം ഇല്ലേ? വെള്ളത്തിനുള്ളില് നമ്മൾ അക്വേറിയം ഉണ്ടോ വീട്ടില്? അക്വേറിയം ഉണ്ടെങ്കിൽ രസകരമായ ഒരു കാര്യമാണ്. അതായത് അക്വേറിയത്തിനകത്ത് ഈ മോട്ടറൊന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു അക്വേറിയം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ, വളരെ സൂക്ഷ്മമായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. ഇതിന്റെ ഈ മീനുകളെല്ലാം വായ തുറക്കുന്നതും അടയ്ക്കുന്നതും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതിനുള്ളിൽ നടക്കുന്ന ജലാശയങ്ങൾക്കുള്ളിൽ നടക്കുന്ന ചില സംഗതികളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ദ്രാവകത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ശബ്ദം സഞ്ചരിക്കുന്നുണ്ടാവും. 3, വാതകം. വാതകം എന്ന് പറയുന്നത് എന്താ? വായുവാണ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും സ്പീഡായിട്ട് വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നത്? ശബ്ദ തന്മാത്രകളെ കടത്തിക്കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ 3 ഏതിനായിരിക്കും ഏറ്റവും വേഗതയിൽ ശബ്ദം സഞ്ചരിക്കുക? എന്തായാലും ദ്രാവകത്തിലല്ല. കാരണം ദ്രാവകത്തിൽ വളരെ കുറച്ച് എന്ത് ചെയ്യുള്ളൂ? ശബ്ദത്തിനെ കടത്തിവിടാനുള്ള കഴിവുള്ളൂ. ബാക്കി ഈ 2 ഒന്നെങ്കിൽ എന്താവാം? ഖരാവസ്ഥയിലുള്ളതാകാം, അല്ലെങ്കിൽ വാതകമാകാം. ഇതിൽ ഏതിനാണ് ഏറ്റവും വേഗതയിൽ ശബ്ദത്തിൽ സഞ്ചരിച്ചു പോകാൻ എന്താ പറയാ സാധ്യമാകുന്ന മാധ്യമം? ഇതിലേതാണ് നാഷണൽ ഹൈവേ? 6 വരി പാത. ഓക്കെ, നമുക്കിപ്പോൾ 6 വരി പാതയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുക. ഇതിലേതിലായിരിക്കും നാഷണൽ ഹൈവേ? ആർക്ക്? ശബ്ദങ്ങൾക്ക് സഞ്ചരിച്ചു പോകാനുള്ള നാഷണൽ ഹൈവേ ഏതാണ്? ഏറ്റവും വേഗത്തിൽ സഞ്ചരിച്ചു പോകാൻ പറ്റിയ സംഗതി ഏതാണ്? ഖരാവസ്ഥയിലാണോ അതോ വാതകത്തിലാണോ? ഖരാവസ്ഥയിലാണ്. നിങ്ങൾക്ക് വാതകമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തെറ്റാണ്. കാരണം വാതകത്തിലൂടെ സഞ്ചരിക്കും, ശരിയാണ്. പക്ഷേ ഭയങ്കര വേഗത്തില് ശബ്ദം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഖരാവസ്ഥയിലൂടെ സഞ്ചരിക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞില്ലേ,
ബെഞ്ചിൽ ചെവി വെക്കുന്ന കേസ് പറഞ്ഞല്ലേ, അതൊരു എക്സാമ്പിളാണ്. പിന്നെ ഈ ലോഹത്തകിടുകളിൽ നമ്മൾ കൊട്ട് പൊട്ടുന്ന ചെറിയ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊട്ടിയാൽ പോലും നമ്മൾ ഭയങ്കര ശബ്ദത്തിൽ നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും. പുറത്തു നിന്നുകൊണ്ടല്ല, ആ ലോഹത്തകിടിനോട് നമ്മൾ ചെവി അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു തട്ട് കൊടുത്താൽ പോലും അത് നല്ല കമ്പനം ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാൻ സാധിക്കും. അപ്പോൾ ലോഹത്തകിടിലൂടെ അല്ലെങ്കിൽ മറ്റൊരു മെയിൻ എക്സാമ്പിളാണ് ഈ സാധനം സ്റ്റെതസ്കോപ്പ്. നമ്മൾ ഈ ഹെഡ്സെറ്റ് പോലെ ചെവി വെക്കുന്നു, നമ്മളുടെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ തുടിപ്പ് കൃത്യമായിട്ട് അളന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഡയഫ്രം എന്ന് പറയുന്ന ഇതിൻ്റെ നെഞ്ചത്ത് വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിന് ഡയഫ്രം എന്ന് പറയും. അത് കമ്പനം ചെയ്യുന്നതിനനുസരിച്ച് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ചെവികളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, അത് എന്താണ്, സോളിഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഖരാവസ്ഥയിലുള്ളൊരു വസ്തുവാണ്. അതിൽ കൂടെ വളരെ വേഗം എന്ത് ചെയ്യുന്നുണ്ട്, ശബ്ദതരംഗങ്ങൾ സഞ്ചരിച്ച് നമ്മളുടെ ചെവികളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഖരാവസ്ഥയിലുള്ള ഒരു ഉപകരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ എന്ത് ചെയ്യുന്നത്, ശബ്ദം സഞ്ചരിക്കുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ പറ്റിയ നാഷണൽ ഹൈവേ ഏതാണ്, ഖരാവസ്ഥയിലുള്ളൊരു വസ്തുവാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ബഹിരാകാശത്ത് എന്താണ് അവസ്ഥ, ശൂന്യതയാണ്. അവിടെ ശബ്ദതരംഗങ്ങൾ സഞ്ചരിക്കാനായിട്ട് യാതൊരുവിധ സാധന സാമഗ്രികളും ഇല്ല. ഓക്കെ, ഒരു തന്മാത്രകളും ഇല്ല, വായു തന്മാത്രകളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കെ ബഹിരാകാശത്ത് പോകുന്ന സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതാണ്. എന്താണ്? ശബ്ദതരംഗത്തിന് ശൂന്യാകാശത്തിലൂടെ പ്രചരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മളൊരു എക്സാമ്പിൾ, ഒരു പരീക്ഷണം നടത്തിയതല്ലേ, വായു തന്മാത്രകൾ കുറയുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ തീവ്രത കുറയുന്നുണ്ട്. ഇപ്പോൾ വായു തന്മാത്രകൾ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ശബ്ദതരംഗങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ശൂന്യാകാശത്ത് എന്തുണ്ടാവില്ല, വായു തന്മാത്രകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതിലൂടെ ശബ്ദതരംഗങ്ങൾക്ക് സഞ്ചരിക്കാനും സാധിക്കില്ല. അതാണ് പ്രധാന കാരണം. ശബ്ദതരംഗങ്ങൾ പ്രചരിക്കാൻ ഒരു മാധ്യമം വായു ആകാം, വെള്ളമാകാം, അല്ലെങ്കിൽ ഖരമാകാം, ആവശ്യമാണ്. ഖരാവസ്ഥയിലുള്ളതോ വായുവോ ദ്രാവകമോ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? ശബ്ദതരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ആണേ. ഇനി ബഹിരാകാശം ശൂന്യമായതിനാൽ അവിടെ ശബ്ദതരംഗങ്ങൾ പ്രചരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തിനാണ് റേഡിയോ സംവിധാനം ഉപയോഗിക്കേണ്ടി വരുന്നത്? റേഡിയോ സംവിധാനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക് സിഗ്നലുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്താണ്, ഇലക്ട്രിക് സിഗ്നലുകളായിട്ട്, ഒരു സിഗ്നലായിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ കൺവേർട്ട് ചെയ്യുന്നു. ആ സിഗ്നലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പീക്കർ വഴി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനിടയിൽ നടക്കുന്ന ഒരു സംഗതി. ഓക്കെ, അതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നൊക്കെ പറയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് നമുക്ക് പഠിക്കാം, 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ എന്താണല്ലേ, വൈദ്യുത കാന്തിക ചലനം. ഓക്കെ, വൈദ്യുത കാന്തിക ചലനങ്ങളാണ്. ഓക്കെ, വൈദ്യുത കാന്തിക തരംഗങ്ങളാക്കി അതിനെ കൺവേർട്ട് ചെയ്യുന്നു, മാറ്റുന്നു. എന്തിനെ? ശബ്ദതരംഗങ്ങളെ വൈദ്യുത കാന്തിക തരംഗങ്ങളാക്കി മാറ്റുന്നു. അത് റേഡിയോ തരംഗങ്ങളായി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ചെവികളിലേക്ക് നമ്മൾക്കൊരു സ്പീക്കർ ഉണ്ടാവും. ആ സ്പീക്കർ വഴിയൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, കേൾക്കാൻ സാധിക്കുന്നുണ്ടാവുക. എവിടെ? ബഹിരാകാശ സഞ്ചാരികൾക്ക്. ഓക്കെ, ബഹിരാകാശ സഞ്ചാരികൾക്ക് നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട്, സുഖമല്ലേ, ഇതൊക്കെ നമുക്ക് തട്ടാനും പറ്റുന്നൊന്നുമില്ല. നമുക്കത് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ടാകും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് റേഡിയോ തരംഗങ്ങൾ വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരോട് സംസാരിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇടിയും മിന്നലും ഒരേ സമയത്താണ് ഉണ്ടാകുന്നത്. എന്നാൽ മിന്നൽ കണ്ടതിന് ശേഷമാണല്ലോ ഇടിനാദം കേൾക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ഞാനും എന്താ പറയുക, ഒരു മിസ്കൺസെപ്ഷൻ ആയിരുന്നു, ഒരു മിഥ്യാധാരണയായിരുന്നു.
ആദ്യം ഒരു നല്ലപോലെ ഒരു ഫ്ലാഷ് അടിക്കും. ഫ്ലാഷ് അടിച്ചിട്ട് ഇനി ഇടി വെട്ടും. മിന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ട് ഇടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പേടിച്ചിരിക്കും അല്ലേ? ഓക്കെ, സംഭവം ഇടിയാണെങ്കിലും മിന്നലാണെങ്കിലും ഒരേ സമയത്താണ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് മിന്നലാണ്, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇടി കേൾക്കുന്നത് അല്ലേ? അപ്പോൾ രണ്ടും രണ്ട് തരത്തിലെ തരംഗങ്ങളാണ് എന്ന് ഓർക്കുക. മിന്നൽ എന്താണ്? എന്താണ്? പ്രകാശമാണ്, പ്രകാശ തരംഗങ്ങളാണ്. പ്രകാശം ശബ്ദത്തേക്കാൾ വേഗത്തിൽ പ്രചരിക്കുന്നു. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ശബ്ദത്തിന് എന്ത് വേണം? ഒരു മാധ്യമം വേണം. അപ്പോൾ എന്തുകൊണ്ട് സൂര്യനിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രകാശം നമ്മൾക്ക് ഭൂമിയിലേക്ക് എത്തുന്നു അല്ലേ? സൂര്യനിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രകാശം നമ്മൾ ഭൂമിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ബഹിരാകാശത്ത് യാതൊരുവിധ മാധ്യമങ്ങളും ഇല്ല, വായുവില്ല, വഹിച്ചു കൊണ്ടുപോകാൻ ഉതകുന്നതായിട്ടുള്ള ഒന്നും തന്നെയില്ല, ശൂന്യതയാണ്. പക്ഷെ എങ്ങനെ പ്രകാശം ഭൂമിയിലെത്തുന്നു? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പൊ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യമില്ല. പ്രകാശമാണ് ഭൂമിയിൽ വെച്ച് കണ്ടതിൽ വെച്ച് ഏറ്റവും വേഗതയുള്ളൊരു വസ്തു. ഓക്കെ, പ്രകാശത്തിന് ശബ്ദത്തെക്കാൾ 10 മടങ്ങ് വേഗത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടിയും മിന്നലും ഒരേ സമയത്തുണ്ടായാൽ പോലും നമുക്ക് ആദ്യം മിന്നൽ കാണാൻ സാധിക്കുന്നു, അതിനുശേഷം ഇടി കേൾക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തു. എന്താണ്? പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യമില്ല, ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യം അനിവാര്യമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ശബ്ദവേഗം വിവിധ മാധ്യമങ്ങളിലൂടെ നോക്കാം. വ്യത്യസ്ത മാധ്യമങ്ങളിൽ ശബ്ദവേഗം വ്യത്യസ്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വായുവിലൂടെ സഞ്ചരിക്കുന്നതും ഖരങ്ങളിലൂടെ സഞ്ചരിക്കുന്നതും ജലത്തിലൂടെ സഞ്ചരിക്കുന്നതും. ഇവിടെ വായുവിലൂടെ സഞ്ചരിക്കുന്നതിന് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ജലം 1480 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഖരാവസ്ഥയിലാണെങ്കിലോ 5960 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ശബ്ദതരംഗം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്തിലൂടെയാണ്? ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരാവസ്ഥയിലൂടെയാണ്. ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ശബ്ദതരംഗങ്ങൾ വളരെ വേഗം നമ്മൾ സഞ്ചരിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ചുവടെ നൽകിയവയിൽ ഏതിലാണ് ശബ്ദതരംഗത്തിന് ഏറ്റവും കൂടിയ വേഗത ഉള്ളത്? ഏതിനാണ് ഏറ്റവും കൂടിയ വേഗത ഉള്ളത്? ഖരാവസ്ഥയിലാണോ, വാതകത്തിലാണോ, ശൂന്യതയിലാണോ, ദ്രാവകത്തിലാണോ? ശൂന്യതയിൽ എന്തായാലും എന്ത് ചെയ്യില്ല, ശബ്ദതരംഗങ്ങൾ സഞ്ചരിക്കാറേയില്ല. അപ്പൊ ഇതെന്തിലൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്? യെസ്, വെരി ഗുഡ്, ഖരാവസ്ഥയിലൂടെ ആയിരിക്കും ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ശബ്ദവേഗതയും താപനിലയും. ഇനി ശബ്ദത്തിന്റെ വേഗതയ്ക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവാൻ സാധ്യമാകുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നോക്കാം. ശബ്ദത്തിന്റെ വേഗം താപനിലയോടൊപ്പം വർദ്ധിക്കുന്നു. എന്താണ്? താപനിലയോടൊപ്പം വർദ്ധിക്കുന്നു. താപനില ഉയരുന്നതോടെ മാധ്യമത്തിലെ കണങ്ങൾ വേഗത്തിൽ ചലിക്കുകയും ശബ്ദതരംഗങ്ങൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാനും സാധ്യമാകുന്നു. വായുവിൽ ഓരോ 1 ഡിഗ്രി സെൽഷ്യസ് താപനില വർധനയ്ക്കും ശബ്ദവേഗം ഏകദേശം 0.6 മീറ്റർ പെർ സെക്കൻഡ് വർദ്ധിക്കുന്നു. ഇപ്പൊ എന്താ മനസ്സിലായത്? ശബ്ദവേഗത കൂടുന്നത് എപ്പോഴാ? താപനില കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗതയും കൂടുന്നുണ്ടാകും. താപനില കൂടുമ്പോൾ ഇതിനുള്ളിലുള്ള വായു തന്മാത്രകൾക്ക് സഞ്ചരിക്കാനുള്ള വേഗത കൂടുന്നു. സഞ്ചരിക്കാനുള്ള വേഗത കൂടുന്നതിനനുസരിച്ച് എന്തും കൂടുന്നു? ഇത് വഹിച്ചു കൊണ്ടുപോകുന്നത് എന്താണ്? വായു തന്മാത്രകളല്ലേ? അപ്പൊ ഇത് വഹിച്ചു കൊണ്ടുപോകുമ്പോൾ വായു തന്മാത്രകൾക്കും എന്തുണ്ട്? വേഗത കൂടുന്നുണ്ട്. അപ്പം ഇത് വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ശബ്ദം സഞ്ചരിക്കുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഫോർ ആൻ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് നമുക്ക് പറയാം, 1
ഈ സമ്മർ സീസണിൽ വേനൽക്കാലത്ത് ഭയങ്കര ചൂടല്ലേ, നമ്മള് സംസാരിക്കുന്നത് ഒരു വലിയൊരു ഗ്രൗണ്ടിലൊക്കെ കളിക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങേ കോർണറിൽ നിന്ന് ആ മൂലക്കത് സംസാരിക്കുന്ന ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതേ സംഗതി ഒരു മഞ്ഞുകാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തോ ആണെങ്കിൽ ശബ്ദം കേൾക്കുന്നതിന് വേഗത കുറവായിരിക്കും, ശബ്ദം കേൾക്കാനുള്ളൊരു തീവ്രത കുറവായിരിക്കും. ഓക്കെ, അപ്പൊ സംഭവം ഇതാണ്, താപനില കൂടുന്നതിനനുസരിച്ച് ശബ്ദം സഞ്ചരിക്കാനുള്ള വേഗത കൂടും, താപനില കുറയുന്നതിനനുസരിച്ച് ശബ്ദം സഞ്ചരിക്കുന്ന വേഗത കുറയുകയും ചെയ്യും. ക്ലിയർ ആയോ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ്. രാത്രിയിൽ പടക്കം പൊട്ടിക്കുമ്പോൾ ഉണ്ടായ വെളിച്ചം കണ്ട് 3 സെക്കൻഡിന് ശേഷം അതിന്റെ ശബ്ദം കേട്ടു എങ്കിൽ സ്ഫോടനം നടന്നത് എത്ര അകലെ ആയിരിക്കും? ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പരിഗണിക്കുക. ഓക്കെ, എന്താണ് ഈ അമ്പലപ്പറമ്പിൽ പൂരത്തിനൊക്കെ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ വെടിക്കെട്ട് കാണാറില്ലേ? ഓക്കെ, വെടിക്കെട്ട് കാണാറുണ്ട്. അപ്പൊ വെടിക്കെട്ട് കാണുമ്പോഴത്തേക്ക് നമ്മളുടെ മുകളിൽ പോയിട്ട് പടക്കം പൊട്ടിയതിനു ശേഷം പൊട്ടുന്നതിന്റെ ലൈറ്റ് നമ്മൾ കണ്ടു, പ്രകാശം നമ്മൾ കണ്ടു, അതിന് 3 സെക്കൻഡിന് ശേഷമാണ് നമ്മളുടെ ശബ്ദം കേൾക്കുന്നത് എങ്കിൽ എത്ര വേഗത്തിൽ അല്ലെങ്കിൽ എത്ര ദൂരത്തിലായിരിക്കും, എത്ര അകലത്തിലായിരിക്കും എന്തുണ്ടാവുക? ഈ വെടിക്കെട്ട് നടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഇതില് ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് കരുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വായുവിലെ പ്രകാശവേഗത വളരെ കൂടുതലാണ്, വായുവിലെ പ്രകാശവേഗത വളരെ കൂടുതലാണ്. അത് പ്രകാശവേഗതയാണ്, ഞാൻ പറഞ്ഞ പ്രകാശത്തിന്റെ വേഗതയാണ്, അല്ലാതെ ശബ്ദത്തിന്റെ വേഗതയല്ല. ഓക്കെ, ഇതേ സംഗതി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മിന്നലും ഇടിയും കേസിന്റെ കാര്യവും പറയുന്നത്. പ്രകാശവേഗത വളരെ കൂടുതലാണ്, 3 × 10⁸. 3 × 10⁸ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? 3 ശേഷം എത്ര 0? 8 0. 3 4 5 6 7 8 അല്ലേ? ഒന്ന് കൂട്ടി നോക്കി. 1 10 100 1000, 1 10 100, 1000, 10000, യെസ്, 1 ലക്ഷം, 10 ലക്ഷം, കോടി, 30 കോടി. 30 കോടിയോളം മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 30 കോടിയോളം മീറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത് സഞ്ചരിക്കുന്നുണ്ടാവും. ഓക്കെ, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? 3 ശേഷം 8 0 ഉണ്ട്. ഓക്കെ, ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് എന്ത് സഞ്ചരിക്കുന്നത്? പ്രകാശം സഞ്ചരിക്കുന്നത്. ആ സ്ഥാനത്താണ് 350 മീറ്റർ പെർ സെക്കൻഡിൽ ആര് സഞ്ചരിക്കുന്നത്? ശബ്ദം സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്നാൽ വായുവിലെ ശബ്ദവേഗം ഏകദേശം 350 മീറ്റർ പെർ സെക്കൻഡ് മാത്രമാണ്. ഓക്കെ, ഇനി ഈ പടക്കം പൊട്ടിയതിനു ശേഷം ശബ്ദം കേൾക്കാനായിട്ട് നമുക്ക് ശബ്ദം സഞ്ചരിച്ച ദൂരം അറിയണമെന്നുണ്ടെങ്കിൽ വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ്. ഇനി ദൂരം അറിയണമെങ്കിലോ ഈ സമയത്തിനെ നമുക്ക് ഇടത്തോട്ട് കൊണ്ടുവന്നാ പോരെ? ഇവിടെ ഹരിച്ചിരിക്കുന്നത് സമയമാണ്, നമ്മൾ ഇടത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. ശബ്ദവേഗം വേഗത ഗുണം സമയം. വേഗത എത്രയാ? 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 350 × എത്ര സെക്കൻഡിന് ശേഷമാണ് കേട്ടത്? 3 സെക്കൻഡിന് ശേഷമാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പൊ 350 × 3 1050 മീറ്റർ ദൂരത്തിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഈ പടക്കം പൊട്ടിയിട്ടുണ്ടാവുക. മനസ്സിലായോ? അപ്പോ ഒരു വെടിക്കെട്ടിനൊക്കെ പോകുമ്പോഴത്തേക്ക് ലൈറ്റ് കണ്ടതിന് ശേഷം എത്ര സെക്കൻഡിന് ശേഷമാണ് നമ്മളിത് കേട്ടിട്ടുണ്ടാവുക എന്ന് നമ്മളൊന്ന് കൗണ്ട് ചെയ്യാം. അപ്പൊ എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എത്ര ഉയരത്തിലാണ് പോയി അത് പൊട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എത്ര ഉയരത്തിലാണ് അത് പോയി പടക്കം പൊട്ടിയിട്ടുണ്ടാവുക എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ ശരിയോ തെറ്റോ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക. തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതണേ. ഓക്കെ, ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കോ? ബഹിരാകാശത്ത്, ശൂന്യാകാശത്ത് അവിടെ യാതൊരു തരത്തിലും തന്മാത്രകളും ഇല്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിൽ കൂടെ ശബ്ദം സഞ്ചരിക്കുമോ? ഇല്ല, ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കില്ല. ഇത് തെറ്റാണ്. ഈ പ്രസ്താവന എന്താണ്? ഈ പ്രസ്താവന തെറ്റാണ്. അല്ലെ? ഈ പ്രസ്താവന തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റായി?
ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുകയേയില്ല. ഓക്കെ, ഇനി വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദമുണ്ടാക്കുന്നു. ശരിയല്ലേ? കമ്പനം മൂലമല്ലേ ശബ്ദമുണ്ടാകുന്നത്? അത് ശരിയാണ്. ഓക്കെ, ഇനി ഖരവസ്തുക്കളിൽ ശബ്ദവേഗം വാതകങ്ങളിലെ വേഗത്തെക്കാൾ കൂടുതലാണ്. ഖരവസ്തുക്കളിൽ ശബ്ദവേഗം വാതകങ്ങളിലെ വേഗത്തെക്കാൾ കൂടുതലാണ്. ശരിയാണ് അല്ലെ? നമ്മൾ നേരത്തെ ബെഞ്ചിൽ ചെയ്തു വെക്കുന്ന കേസൊക്കെ നമ്മൾ പറഞ്ഞല്ലേ? ഓക്കെ, താപനില കൂടുമ്പോൾ ശബ്ദവേഗം കുറയുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? താപനില കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗവും കൂടുന്നു, താപനില കുറയുന്നതിനനുസരിച്ച് ശബ്ദവേഗവും കുറയുന്നു അല്ലെ? അപ്പോ ഈ പ്രസ്താവന തെറ്റല്ലേ? താപനില കൂടുമ്പോൾ ശബ്ദവേഗം കുറയുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. പകരം എന്താ പറയേണ്ടത്? താപനില കൂടുമ്പോൾ ശബ്ദവേഗം കൂടുന്നു. മനസ്സിലായോ? അപ്പൊ ശരിയോ തെറ്റോ എന്നുള്ളതിന്റെ ഒരു രീതി നോക്കിക്കേ, എല്ലാം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഓക്കെ, ഇനി ഇപ്പോ എന്താണ് ശബ്ദമെന്നും ശബ്ദത്തിന്റെ വേഗത എന്താണെന്നും ശബ്ദവേഗത എങ്ങനെ കണക്കാക്കാമെന്നും എന്തൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു പോകും? ഒന്ന് ഖരാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാവും, വായുവിലൂടെ കടന്നുണ്ടാവും, പിന്നെ ദ്രാവകത്തിലൂടെ കടന്നുണ്ടാവും. ഏറ്റവും വേഗത എന്തിലാണ്? ഖരാവസ്ഥയിലായിരിക്കും. ഓക്കെ, ഖരാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ശബ്ദതരംഗങ്ങൾ വളരെ വേഗത്തിൽ കടന്നു പോവുക. ഇനി ശബ്ദതരംഗവും പ്രകാശവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതിനാണ് ഏറ്റവും വേഗത കൂടുതൽ? പ്രകാശത്തിനാണ് വേഗത കൂടുതൽ. അതുകൊണ്ടാണ് പടക്കം പൊട്ടുമ്പോൾ ആദ്യം നമ്മൾ പ്രകാശം കാണുകയും അതിനുശേഷം നമ്മൾ ശബ്ദം കേൾക്കുകയും, അതുപോലെ തന്നെ ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ മിന്നൽ ആദ്യം കാണുന്നതും പിന്നെ ശബ്ദം രണ്ടാമത് കേൾക്കുന്നതിന്റെയും കാരണം എന്താണ്? പ്രകാശത്തിന് ശബ്ദത്തിനേക്കാൾ വേഗത കൂടുതലുള്ളതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെഷനിൽ നമ്മളുടെ ചെവിയലിനെ നമ്മൾക്ക് ഇനിയും ആദ്യം നമ്മൾ എന്താ പറഞ്ഞേ? ഒരു സ്രോതസ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ രണ്ടാമത് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മൾ എന്താ ചർച്ച ചെയ്തത്? എന്താ വരിക? ഒരു സ്രോതസ്സിൽ നിന്നൊരു ശബ്ദം ഉത്ഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് വരുന്നത്? യെസ്, മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താ? ചെവിയാണ് അല്ലേ? ഇനി നമുക്ക് ചെവി എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം, ചെവികൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, നമ്മളുടെ ചെവി എങ്ങനെ സംരക്ഷിക്കും, കേൾവി ശക്തി നമ്മൾ എങ്ങനെ സംരക്ഷിക്കും എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.